Hey all, welcome back to my YouTube channel. It's me, Sona here. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ഞങ്ങളൊന്ന് ലുലു പോവാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലുലു പോണ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കീപ് വാച്ചിങ്. സോ ക്യൂട്ടിയാ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. നല്ല ക്യൂട്ടാണ് ആള്. എൻ്റെ അടുത്തൊക്കെ ആദ്യമൊന്നും എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. പിന്നെ എപ്പോൾ എന്നെ കണ്ടാലും ഓടിച്ചാടി എൻ്റെ അടുത്ത് വരും. ആള് ഇപ്പോൾ പുറത്തെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെവിടെ നടക്കണേ അന്തം കൊണ്ടും ഇല്ലാണ്ടുള്ള രീതിയിലുള്ള ഇരിപ്പാണ് ആളുടെ. എന്താണോ നമ്മൾ പറയണത് അത് മാത്രം ആ കൊച്ചു ചെയ്യുന്നു. ഇതാണ് എൻ്റെ സിസ്റ്ററിൻലോ. അവരുടെ 2 പിള്ളേരാണത്. മൂത്ത ചെറുക്കനും പിന്നെ ഇളയ പെണ്ണും. ഏറ്റവും ചെറുതാണ് എൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞു കുട്ടൻ. ഞങ്ങൾ അഗു എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ആളിങ്ങനെയല്ല ഇരിക്കണത്. എന്ത് പറ്റിയാവോ ആകെ ഡള്ളായിട്ടാണ് ഇരിക്കണത്. നമ്മുടെ കൂടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. അവരെന്തായാലും ലുലുവിൽ വരുന്നില്ല. അവർ പോണ വഴിക്ക് ആലത്തൂരാണ് വീട്. അപ്പോൾ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ 2 പേരും മാത്രമാണ് പോകുന്നത്. നമ്മളിപ്പോൾ അതാ ടോള് കഴിഞ്ഞു ആലത്തൂരത്ത്. എവിടെ വാപ്പിച്ച എവിടെ നിന്റെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചിരിക്കണ? അവരെ ഇറക്കി ഞങ്ങളിതാ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഇപ്പം തന്നെ ഇരുട്ടായി. ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട്. പാലക്കാട് ലുലു ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഹസ്ബൻഡ് പിന്നെ ഓരോ ഗോഷ്ടികൾ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ലുലുവിൻ്റെ എൻട്രൻസ്. അന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വേണമല്ലോ കയറാൻ. പാർക്കിങ്ങിൽ തന്നെ കുറേ നേരം പിടിച്ചു നിൽക്കാൻ. സത്യം പറഞ്ഞാൽ ലുലുവിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കാറൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് ടൈം വേണ്ടത്. നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. കാരണം അവിടുത്തെ ഓഫേഴ്സ് കാര്യങ്ങൾ നമ്മൾ സാധനങ്ങൾ കുറേ വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമ്മളെല്ലാം അവിടെ റൗണ്ട് ഓഫ് ചെയ്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ. പിന്നെ ക്രിസ്മസൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ലുലുവിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ നിന്ന്. എൻ്റെ പൊന്നോ, ബില്ലിംഗ് സെക്ഷനിൽ എന്ത് തിരക്കാന്ന് പറയും. എത്ര നേരമാണ് അവിടെ നിൽക്കേണ്ടി വന്നത്. സാധനങ്ങൾ വാങ്ങാൻ പോലും ഇത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഫുഡും വാങ്ങിച്ചു. ഞങ്ങളെപ്പോഴും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് കഴിക്കാറ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഷവർമയൊക്കെ. പിന്നെ കുറച്ച് സലാഡ് വാങ്ങിച്ചു. പിന്നെ ബ്രസ്റ്റ് ചിക്കനും ഉണ്ടായിരുന്നു. ഒരു മുഹബത്ത് കാ സർബത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയി ഏകദേശം. കാരണം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ തന്നെ പകുതി സമയം പോയി. ബില്ല് ചെയ്യാൻ തന്നെ വേണം സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. നാളെ എനിക്ക് മോർണിംഗ് ആണ് ഡ്യൂട്ടി ഉണ്ട്. 7 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇനിയും ലേറ്റ് ആയാൽ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.